ഷെബിൻ നന്നായി പാടി ഷെബിൻ. താങ്ക് യു. ഡ്യുവറ്റ് അല്ലേ? ഡ്യുവറ്റ് ഒറ്റയ്ക്ക് പാടില്ലേ? തും കഹാ മേ യഹാ അതൊക്കെ ഒരാൾ തന്നെ പാടിയ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. വേറെ പാടാനില്ല, കോമ്പറ്റീഷൻ ആയിപ്പോലെ, അല്ലെങ്കിൽ ഞാൻ പാടിയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. എനിവേസ് നന്നായി പാടി ഷെബിൻ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ജഡ്ജസ് ഹാവ് ടു സേ. ആദ്യം നമുക്ക് നമ്മുടെ അതിഥിയോട് ചോദിക്കാം. ചേച്ചി, ജെൻസി ചേച്ചി. ഷബിൻ ചേച്ചി, മോൻ്റെ ഡ്രസ്സ് അടിപൊളി, പാട്ട് നന്നായിട്ട് പാടി. താങ്ക് യു. കുറച്ചും കൂടി അതേ ഫീലിംഗ് കുറച്ച് വന്നോന്നൊരു സംശയമുണ്ട് എനിക്ക്. അതേ ആ ഒരു നമ്മൾ കേട്ട് പതിഞ്ഞ പാട്ടാണല്ലോ ഇത്, അങ്ങനെ ഒരു സംശയം മാത്രമല്ല. പക്ഷെ പാട്ട് നന്നായി പാടി, കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി. ചിത്രേച്ചി. ഷെബിൻ നന്നായിട്ട് പാടി. താങ്ക് യു. എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ചുകൂടെ എനർജി ആവാമായിരുന്നു പാട്ടിനെന്ന് തോന്നി. പിന്നെ ഇന്നത്തെ ഷെബിൻ്റെ എനിക്ക് മൂഡൊക്കെ ഇഷ്ടമായി, പാട്ടിൻ്റെ മൂഡൊക്കെ ഇഷ്ടമായി, നന്നായിട്ട് തന്നെ പാടി. പ്രോബ്ലം വന്നത് മുഴുവൻ ശ്രുതിയിൽ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഷാർപ്പ് ഫ്ലാറ്റ് ഇത് തന്നെ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. അത് ഇന്ന് ഒരു നല്ലോണം ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല സ്റ്റഡി ആയിട്ട് നിന്നിട്ടില്ല അന്ന് ഷെബിൻ. കുറേ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്, പക്ഷെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, നേരെ പാടിയിട്ടുമുണ്ട്. ഇത് മാത്രം, ശ്രുതി മാത്രം ഒന്നുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജാസിട്ട. എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്രസീവായിട്ട് എനിക്ക് പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പാട്ട് സാധാരണ ഒരേ വലിയ ഗ്രാഫെല്ലാം ഇങ്ങനെ പോകുകയല്ലേ, അത് അധികം പ്രശ്നങ്ങളുമില്ല. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ എന്താണ്, കുറച്ച് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മുടെ കൈ നിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, എന്തെങ്കിലും ലൈറ്റായിട്ടൊരു ഇംപ്രവൈസിങ് ഒക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഈ ബെൻഡ് ചെയ്യുന്ന പല സ്ഥലത്തും നോട്ടുകൾ തമ്മിലുള്ള വേരിയേഷൻ ഉണ്ടായിരുന്നു പലപ്പോഴും, ഫസ്റ്റ് ചരണമായിരുന്നാലും അവസാനമാണെങ്കിലും. അങ്ങനെ കുറച്ച് അതൊരു എന്താണ്, ഇതൊരു മെക്കാനിക്കൽ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കുറച്ചുകൂടെ ഒന്ന് എന്താണ്, എക്സ്പ്രഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ പിച്ചിങ് ഒന്ന് ആദ്യം മുതലേ പ്രശ്നമായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷെബിൻ നോക്കുമ്പോൾ മനസ്സിലാവും, മറ്റേ നിർത്തുന്നില്ലേ, ആ സാ എന്നുള്ളത് എല്ലാ സ്ഥലത്തും രണ്ട് സ്ഥലത്ത് അത് പാടി, മിഡിൽ പല്ലവിയിലും ലാസ്റ്റ് പല്ലവിയിലും രണ്ടിടത്തും അത് നല്ല ഷാർപ്പായിട്ടാണ് പാടിയിരിക്കുന്നത്. ഇത് എനിക്കൊരു സംശയമുണ്ട്, ഇതൊക്കെ തിരിച്ച് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇവിടെ കേൾക്കുന്നതിനേക്കാൾ കുറെ കൂടെ മോശമായിരിക്കും ടി വിയിൽ വരുമ്പോൾ, എന്ന് വെച്ചാൽ അത് മോണോ മിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ കുറെ കൂടെ വൃത്തി പാടിയിട്ടുള്ള നമ്മൾ ചെറുതായിട്ട് പറയണൊക്കെ വലുതായിട്ട് അവിടെ തോന്നും. അപ്പോൾ അത് നിങ്ങളത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാടാൻ, നിങ്ങൾ തിരിച്ച് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം അത് തിരിച്ച് കേട്ട് സ്വയം കറക്റ്റ് ചെയ്ത് വേണം അടുത്ത റൗണ്ടിന് വരാൻ. അതുപോലെ ആദ്യമൊക്കെ നല്ല മാർക്ക് കൊടുത്തത് നമ്മൾ ടി വി കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയ കുറേ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യത്തേക്ക് റൗണ്ടുകളിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു 85% ക്ലിയർ ആയാൽ മാത്രമേ വെളിയിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോഴത്തേക്ക് ഇവിടെ പാടുന്ന കുറെ കൂടെ, അതെ ജാസി പറഞ്ഞ പോലെ ഇവിടെ കൂടുതൽ ക്ലിയർ ആയാൽ അവിടെ ഒരു 10% ശ്രുതിയാണ് അവിടെ പ്രധാനമായിട്ട് നമുക്ക് എന്താണ് വെളിയിൽ പ്രശ്നമായിട്ട് തോന്നുന്നൊരു മെയിൻ ഒരു ഘടകം. ഇത് കാണുന്ന പലരും അഭിപ്രായങ്ങളും പറയാറുണ്ട് കേട്ടോ, ഞങ്ങളെയൊക്കെ വിളിച്ച് പറയാറുണ്ട്, ഓഡിയൻസിൽ നിന്നും പല കമൻസും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിക്കണം കേട്ടോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ പറയാറുള്ള കമൻസ് ഓഡിയൻസ് എന്ന് വിളിച്ച് പറയാറുണ്ടല്ലോ പലരും. അങ്ങനെയുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ കുട്ടികളെ കളിയാക്കാറുണ്ടോ, അങ്ങനെ ചോദിച്ചു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കുട്ടികളെ കളിയാക്കുന്നൊന്നും വരും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് അങ്ങനെ എന്താ കുട്ടികളെയൊക്കെ, പാവപ്പെട്ട കുട്ടികളെ എന്തിനാ കളിയാക്കുന്നത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ, എനിക്ക് എന്ത് വേണോ പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. താങ്ക് യു. അപ്പൊ ഷെബിൻ എത്ര മാർക്ക് കിട്ടി നമുക്ക്? എന്ത് ഷെബിന്റെ കണ്ണൊരു തിളക്കം ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ചേച്ചി എന്തിനാ പറയാ? കരയൊന്നും അല്ലല്ലോ. എങ്കിൽ ഇങ്ങനെ അടിപൊളി ഷർട്ടൊക്കെ ഇട്ടുവന്ന് കരഞ്ഞാ ഭയങ്കര മാനക്കേടാണ് കേട്ടോ ഷെബിൻ. ഇന്നത്തെ മോന്റെ പെർഫോമൻസിന് 31 out of 40. ഓക്കെ, ജാസിട്ട 20 out of 30. ജെൻസ് ചേച്ചി 20 again. ഷെബിന്റെ ഹിന്ദി ഓൾഡ് സോങ്സ് റൗണ്ടിൽ യു സ്കോർഡ് 71 marks.